നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി എന്താണെന്ന് ഇപ്പോൾ ഓൾറെഡി കണ്ടു. ഇനി ഡിഫറൻഷ്യബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു തിയറം പഠിക്കും. അപ്പം ഇത് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് തിയറമാണ്. സോ ഇതിനെ തിയറം 1 എന്ന് വിചാരിക്കുക. അപ്പം എന്താണ് തിയറം പറയുന്നത് എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സി എന്ന ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ then it is also continuous at that point. അപ്പോൾ ഇത്ര ഉള്ളു തിയറം. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിലുള്ള സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ് അറ്റ് സി. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. ഇതാണ് നമ്മുടെ തിയറം. അപ്പോൾ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. ലെറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിയിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സിൻസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി വി ഹാവ് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എഫ് ഡാഷ് സി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി എന്ന് എഴുതാം. +1 പഠിച്ചിട്ടുള്ള ഡെഫിനേഷനാണ്. ഒരു ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ എഫ് ഡാഷ് സി ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ പതുക്കെ എക്സ് നോട്ട് ഈക്വൽ ടു സി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈക്വൽ ടു അതിന് നമുക്ക് ഒരു എക്സ് മൈനസ് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഇൻറ്റു എക്സ് മൈനസ് സി ബൈ എക്സ് മൈനസ് സി എന്ന് എഴുതാം. ഇത് രണ്ട് സെയിം ആണ്. അതായത് ഈ സംഖ്യേനെ എക്സ് മൈനസ് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ സെയിം നമ്പർ കൊണ്ട് വരുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാറ്റമൊന്നും വരില്ല. അത് ക്യാൻസൽ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഈ ഫുൾ ഫംഗ്ഷൻ. ഇനി ലിമിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ച ഓൾജിബ്ര ഉപയോഗിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സിനെ നമുക്ക് രണ്ട് ലിമിറ്റ് ആക്കാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് സി എന്നെടുത്ത് എഴുതാം. രണ്ട് ലിമിറ്റായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഈക്വൽ ടു ഇവിടെ ഇതൊരു പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഒരു യു എന്ന് വിചാരിക്കുക, ഇതൊരു വി എന്ന് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിമിറ്റ് കാണുമ്പോൾ നമുക്കതിനെ രണ്ടാക്കാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്നോ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ വൈ എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി ലിമിറ്റിൻ്റെ ഓൾജിബ്രയിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതിന് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് മൈനസ് സി. ഇവിടെ വരെയുള്ളത് ഒരു ലിമിറ്റ്, ഇത് അടുത്ത ലിമിറ്റ്. അങ്ങനെ ഈ പ്രൊഡക്റ്റിനെ രണ്ട് ലിമിറ്റായിട്ട് എഴുതി. ദെൻ ലെഫ്റ്റ് സൈഡിൽ മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ എടുത്തു. റൈറ്റ് സൈഡിൽ ഈ ലിമിറ്റ് അതുപോലെ തന്നെ എഴുതി. ഈ ലിമിറ്റിൻ്റെ വാല്യൂ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് മൈനസ് സി എന്ന് വെച്ചാൽ ഇതിൽ എക്സ് കാണുന്നിടത്ത് സി ഇട്ട് കൊടുത്തു. അപ്പോൾ സി മൈനസ് സി ഇറ്റ് ബിക്കംസ് 0. അപ്പോൾ ഈ ലിമിറ്റ് 0 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ ഇൻറ്റു 0 എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലെഫ്റ്റ് സൈഡ് അങ്ങനെ തന്നെ എഴുതി. റൈറ്റ് സൈഡിൽ ഇത് ഇൻറ്റു 0. ഒരു ഏത് സംഖ്യ ഇൻറ്റു 0 എന്ന് പറഞ്ഞാലും അത് 0 ആണ്. സോ ഈ ലിമിറ്റ് ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 0. അപ്പോൾ റൈറ്റ് സൈഡ് 0 ആയിപ്പോയി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ മൈനസ് ഈ ഒരു ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് സി എന്ന് കിട്ടി. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സിയുടെ ലിമിറ്റ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി തന്നെ. നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് എഴുതാം. ഈ ഡെഫിനിഷൻ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ നമുക്ക് പറയാം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ. അതുപോലെ ഇവിടെ എക്ക് പകരം സി കിടക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം
എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. നമ്മൾ ഇവിടുന്ന് തുടങ്ങി എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിച്ച് തുടങ്ങി ചെയ്ത് വന്നപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ഇപ്പോൾ ഈ തിയറം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആണെന്നൊന്ന് നോക്കാം. തിയറത്തിൽ നമ്മൾ പഠിച്ചത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആവും. തിരിച്ച് പറയാൻ പറ്റുമോ? അതായത് ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ദെൻ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആവണം എന്ന് യാതൊരു ഉറപ്പുമില്ല. അതിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണ എക്സാമ്പിൾ പറഞ്ഞാൽ മോഡുലസ് ഫംഗ്ഷനാണ്. മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്കറിയാം മോഡുലസ് ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ 0ലും 1ലും ഒക്കെ മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഡിഫറൻഷ്യബിലിറ്റി നോക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 0ൽ മോഡുലസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. എക്സ് ഈക്വൽ ടു 0ൽ അദ്ദേഹം കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി നോട്ട് ഇംപ്ലൈസ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അതിന് പറ്റിയ ഏറ്റവും നല്ല എക്സാമ്പിളാണ് മോഡുലസ് ഫംഗ്ഷൻ. പിന്നെ ഈ ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ ഗ്രാഫിൽ നിന്ന് നോക്കുമ്പോൾ നോക്കാനുള്ള ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ നമ്മളെ മോഡുലസ് ഫംഗ്ഷൻ്റെ കാര്യം നോക്കുമ്പോൾ സിമ്പിളായിട്ട് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ച് ഇങ്ങനെയല്ല ഇരിക്കുക. വേണ്ട, ഇവിടെ ഒരു കൂർത്ത ഒരു ഷാർപ്പ് എഡ്ജ് അല്ല ഇവിടെ ഉള്ളത്. ഈ ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവില്ല. നമ്മൾ കണ്ടിന്യൂറ്റിയുടെ കാര്യത്തിൽ പേന എടുക്കാണ്ട് വരയ്ക്കാൻ പറ്റിയ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഡിഫറൻഷ്യബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. അതിന് പറ്റിയൊരു കൗണ്ടർ എക്സാമ്പിളും ഞാൻ പറഞ്ഞു.